ദുബായിൽ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടാവും ഇറാൻ ഇസ്രായേൽ വാറൊക്കെ? ഒരു സാധാരണക്കാരൻ്റെ ജീവിതം ഒരിക്കലും അഫക്റ്റ് ആവരുത് എന്ന് വെച്ചിട്ടാണ് ഗവൺമെൻറ് ഈ കാര്യങ്ങളും വളരെ കാര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത്. എങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പം റീസെൻ്റ് എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസം പെട്രോളിൻ്റെ പ്രൈസ് കൂടി, 1 ദിർഹംസ് പെട്രോളിൻ്റെ പ്രൈസ് കൂടി. അവിടെ അതൊരു വലിയ കാര്യമാണ്. കാരണം വൺസ് അറിയാമല്ലോ, അത് ദുബായിലെ ജനങ്ങളെ മാത്രമല്ല, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ലൈക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് കാര്യങ്ങൾ കൂടുകയാണെങ്കിൽ ഹോൾ വേൾഡ് പ്രൈസ് ഹൈക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് ദുബായിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഗ്യാസ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ ദുബായിൽ അതുപോലും പ്രശ്നമില്ല. ദുബായിൽ ഇങ്ങനെ ഒരു ഗ്യാസ് ഷോർട്ടേജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് കുറച്ചുകൂടെ എഫക്റ്റ് ആയത് ഇവിടെയാണ് ഞാൻ നോക്കിയിട്ടത്. പക്ഷേ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങിക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ചിലപ്പോൾ ആ പ്രൈസിൽ അല്ലെങ്കിൽ നേരത്തെ വാങ്ങിച്ചതുമായിട്ട് ചിലപ്പോൾ ഒരു 30-40% പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ വേറെ ചില കാര്യങ്ങൾ പ്രൈസ് കുറഞ്ഞും ഉണ്ടാവും. ഇത് മൊത്തത്തിലൊരു പ്രൈസ് ഹൈക്ക് ഉണ്ടായെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പെട്രോളൊക്കെ ഈ പറയുന്ന പോലെ എല്ലാ വർക്കിംഗ് ആളുകളെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു 20-30% ഒരു വ്യത്യാസം അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരും. പക്ഷെ ഓവറോൾ നോക്കിയാൽ നമ്മുടെ അടുക്കളയിൽ ഇവിടെ അത് പ്രതിഫലിച്ചു, അവിടെ ഇതുവരെ അത് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലാണ് കുറച്ചും കൂടെ ഇന്ത്യയിൽ ഭയങ്കരമല്ലേ. കാരണം ഞാൻ ഇപ്പം 2 ദിവസത്തേക്ക് ഇവിടെ വന്നേക്കുന്നു. അപ്പം ഞാനിന്ന് ഹോട്ടലിൽ കയറിയിട്ട് ഒരു കാപ്പി ഓർഡർ ചെയ്തപ്പം പറയാണ് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കാപ്പി ഇല്ല, ചായ തരാം. എനിക്ക് മനസ്സിലായില്ല. കാരണം ആദ്യം ഒരു ബേക്കറി കയറി, ആ ബേക്കറിയിൽ അത് എല്ലാം ചായയും കാപ്പിയും എല്ലാം ഉണ്ട്. അപ്പം എന്നോട് വന്ന് സ്നാക്സ് ഉണ്ട്, ചായയും കാപ്പിയും ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടില്ല. ഹോട്ടലിൽ ചെയ്തപ്പോൾ കാപ്പി ഇല്ല, ചായ മാത്രം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് മെനു എല്ലാം കട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഒരു 30% മെനു ഒക്കെയാണ് ഇപ്പോൾ ഹോട്ടൽസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ അവിടെ എല്ലാ ഹോട്ടൽസിലും എന്തായിരുന്നു മുമ്പേ ഉള്ളത് അതൊക്കെ എപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞത് അവിടെ ജീവിക്കുമ്പോൾ അത്രയും ഒരു അഫക്റ്റഡ് ആയിട്ട് തോന്നുന്നില്ല. ഇവിടെ നിൽക്കുമ്പോഴാണ് ചില സമയത്ത് ഈ ന്യൂസുകളൊക്കെ കേട്ടിട്ട് നമുക്ക് ഏതാണ്ട് വലിയൊരു സംഭവം അവിടെ സംഭവിക്കുന്നതായിട്ട് ഒരു ഫീൽ ചെയ്യുന്നത് ആക്ച്വലി.